മലയാള സിനിമാ മേഖലയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വ്യാപകമാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ബഹുഭൂരിപക്ഷം നടന്മാരും മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുമാണ് സിനിമാ സെറ്റിൽ എത്തിച്ചേരുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. സിനിമാ മേഖലയിൽ വേതനം നൽകുന്ന കാര്യത്തിൽ വനിതകളെ വേർതിരിക്കുന്നുവെന്നും മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം മലയാള സിനിമാ മേഖലയിൽ വ്യാപകമായിരിക്കുകയാണ്. സിനിമാ സെറ്റുകളിലും സ്റ്റുഡിയോകളിലും ബഹുഭൂരിപക്ഷം നടന്മാരും മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചുമാണ് അഭിനയിക്കാനായി എത്തുന്നത്. ന്യൂജൻ നടന്മാരിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായിരിക്കുന്നു. ഇത്തരം പ്രവണതകൾ സിനിമയുടെ ഷൂട്ടിങ്ങിന് തന്നെ തടസ്സമാകുന്നുണ്ട്. അഭിനയത്തിൽ അസാധാരണ ചാരുത കാഴ്ചവെക്കാനും നടന്റെ ക്രിയേറ്റിവിറ്റി അഭിനയരംഗത്തേക്ക് പുറത്തെടുക്കാനുമായാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതെന്നാണ് നടന്മാരുടെ വിശദീകരണം. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ മുതിർന്ന നടി വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും നടന്മാർ ലൊക്കേഷനുകളിൽ എത്തുന്നത് ഒപ്പം അഭിനയിക്കുന്ന നടിമാർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നടന്മാർ മദ്യപിച്ചെത്തുന്നത് മറ്റുള്ളവരുമായി സെറ്റിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് സിനിമാ ഷൂട്ടിംഗ് നീണ്ടുപോകുന്നതിനും സാമ്പത്തിക നഷ്ടത്തിനും മാനസിക പ്രയാസങ്ങൾക്കും ഇടയാക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി കണ്ടെത്തി. നടന്മാർ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ഷൂട്ടിംഗ് സെറ്റിലെത്തുന്നത് നിയന്ത്രിക്കണമെന്ന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സിനിമാ മേഖലയിൽ എല്ലായിടത്തും മദ്യവും മയക്കുമരുന്നും ഉപയോഗം നിരോധിച്ചുകൊണ്ട് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. നടിമാർക്ക് പ്രതിഫലം നൽകുന്നതിലും വേർതിരിവുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന നടിമാർക്ക് കൂടുതൽ പ്രതിഫലവും സിനിമയിൽ നല്ല വേഷവും ലഭിക്കും. വഴങ്ങാത്തവർക്ക് അപ്രധാന വേഷവും കുറഞ്ഞ പ്രതിഫലവുമാണ് നൽകുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പല നടിമാരും കടുത്ത അവഗണനയാണ് ഇത്തരത്തിൽ നേരിടുന്നത്. സിനിമാ സെറ്റുകളിൽ മദ്യപിച്ചെത്തുന്ന നടന്മാർ നടിമാരോട് മോശമായി പെരുമാറുന്നതും മലയാള സിനിമയിൽ വ്യാപകമായിരിക്കുന്നുവെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങളും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.